Hello friends, welcome to SAR, Center Student Center Madathambadi and Puthunvelkara. Please subscribe to our YouTube channel for new updated videos and also visit centerinstitution.blogspot.in. Kerala SSLC Maths Chapter 5, Trigonometry, Trigonometry Part 9. Another textbook exercise, question number 6 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Please visit part 1 to 8 before watching this video. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ please like it, share and comment. Question number 6. What is the circumradius of an equilateral triangle of sides 8 cm? വശങ്ങളുടെ നീളം 8 cm ആയ സമഭുജ ത്രികോണത്തിന്റെ പരിവൃത്ത ആരം എത്ര സെന്റിമീറ്ററാണ്? വശങ്ങളുടെ നീളം 8 cm ആയ സമഭുജ ത്രികോണം, അതായത് എല്ലാ വശങ്ങളും തുല്യമായ ത്രികോണം, അതിന്റെ ഒരു വശം എത്രയാണ്? 8 cm. അതിന്റെ ആ മൂന്ന് മൂലകൾ കൂടി നമ്മൾ വരയ്ക്കുന്ന വൃത്തമാണ് പരിവൃത്തം. ഫോർ എക്സാമ്പിൾ, ഇഫ് ദിസ് ഈസ് ദ ട്രയാങ്കിൾ, all sides are 8 cm. ഓക്കെ ഓക്കെ അപ്പോൾ വശങ്ങളെല്ലാം തുല്യമാണെങ്കിൽ കോണുകളും തുല്യമായിരിക്കും, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആൻഡ് ദ ആംഗിൾസ് ആർ 60 ഡിഗ്രി. എല്ലാ കോണുകളും എത്ര വെച്ചിട്ടുണ്ടാവും? 60. കാരണം ടോട്ടൽ എത്ര വേണം? 180. അപ്പോൾ മൂന്ന് വശങ്ങൾ സെയിം ആണെങ്കിൽ ഓരോ ആംഗിൾ എത്ര ഡിഗ്രി വെച്ചിട്ടുണ്ടാവും? 60 ഡിഗ്രി വെച്ചിട്ടുണ്ടാവും. ക്ലിയർ? ദാറ്റ് ഈസ് 180 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇതാണ് ഒരു സമഭുജ ത്രികോണം അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഈ മൂന്ന് മൂലകൾ കൂടി നമ്മൾ ഒരു വൃത്തം വരച്ചെന്നായിരിക്കും. ഓക്കെ ഓക്കെ ആ വൃത്തത്തിന്റെ ആരമാണ് ചോദിച്ചേക്കുന്നത്, സർക്കംറേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൃത്തം ഉണ്ടായിരിക്കുന്നത്, നമ്മളിപ്പോൾ ഈ ത്രികോണത്തിന്റെ ഒരു കോണിന്റെ സമഭാജി വരച്ചു, ഈ കോണിന്റെ സമഭാജി വരച്ചു, അതുപോലെ ഈ കോണിന്റെ സമഭാജി വരച്ചു, മൂന്നൊരു പോയിന്റിലൂടെ കടന്നു പോകും. കണ്ടോ? ഈ പോയിന്റിന് ഈ മൂല വരെയുള്ള അകലമാണ് എന്ത്? റേഡിയസ്. അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഈ മൂല വരെയുള്ള അകലമാണ് എന്ത്? റേഡിയസ്. അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഈ മുകളിലേക്ക് ഈ മൂന്ന് വരെയുള്ള അകലമാണ് റേഡിയസ്. അത് നിങ്ങൾ കണ്ടെത്തണം. ക്ലിയർ? ഓക്കെ, സോ ദിസ് ഈസ് അവർ ട്രയാങ്കിൾ. 8 cm വെച്ചിട്ട് മൂന്ന് വശവുമുണ്ട്. നമ്മളതിന് ചുറ്റും ഒരു വൃത്തം വരച്ചു. സോ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇതാണ് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ്. കണ്ടോ? ഇതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലം. ഓക്കെ, അത് നമ്മൾ താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ ഇത് വൃത്തത്തിന്റെ എന്താണ്? റേഡിയസ് ആണ്, അല്ലേ? റേഡിയസ്. ക്ലിയർ? അവിടെ നിന്നും നമ്മൾ വൃത്തത്തിന്റെ ഞാണിലേക്ക്, ഇതൊരു ഞാണാണ് വൃത്തത്തിന്റെ കോഡ്. കണ്ടോ? ഞാണിലേക്ക് വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ഒരു വര ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ, കണ്ടോ? പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അത് ഈ വരയെ, അതായത് ഈ കോഡിനെ സമഭാഗം ചെയ്യും, ബൈസെക്ട് ചെയ്യും. സോ ദിസ് സൈഡ് ഈസ് ഈക്വൽ ടു 4 cm. Clear? Clear? And this is equal to 90 degree. നമുക്കറിയാം ടോട്ടൽ 60 ഡിഗ്രി ആണ്. അപ്പോൾ ഇതിങ്ങനെ പകുതിയാക്കി പോകുമ്പോൾ ഇവിടെ എത്ര വരും? 30 ഡിഗ്രി. ഓക്കെ, ദിസ് ഈസ് 30 ഡിഗ്രി. ക്ലിയർ? ഓക്കെ, സോ ഇൻ ദിസ് ട്രയാങ്കിൾ ദിസ് ഈസ് റൈറ്റ് ആംഗിൾ 30 ഡിഗ്രി. അപ്പോൾ നോക്കിയേ, ഇവിടെ 90 ഡിഗ്രി വന്നു. ആൻഡ് ഇവിടെ 30. അപ്പോൾ പിന്നെ ഇവിടെ ബാക്കി എത്ര ഉണ്ടാവും? 60. വെരി സിമ്പിൾ. ഓക്കെ, കാരണം എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര വേണം? 180. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വശമാണ്. ഉണ്ടോ? ഇത് വശം. ഇതാണ് നമ്മുടെ റേഡിയസ്. അതിന് വേണ്ടി നമുക്ക് പേരിടാം. 60 ഡിഗ്രി, ഇത് എ, ഇത് ബി, ഇത് സി. ആൻഡ് 8ന്റെ പകുതിയാണ് ഈ സൈഡിൽ വരിക. അപ്പോൾ എത്രയാണ്? 4 cm. ഇനി ഈ ത്രികോണത്തിലെ എ സിയുടെ നീളം മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. റേഡിയസ് ഈസ് ഈക്വൽ ടു എ സി. ഓക്കെ, അപ്പോൾ ആ ത്രികോണം മാത്രം നമ്മളൊന്ന് വലുതാക്കി വരച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. കിട്ടിയല്ലോ? ഓക്കെ, ഈ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 60 ഡിഗ്രി ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വശം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ആംഗിൾ എടുക്കാം? സൈൻ എടുക്കാം. സൈൻ 60 ഡിഗ്രി. ഓക്കെ, വാട്ട് ഈസ് സൈൻ 60? സൈൻ 60 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടിനസ്. ക്ലിയർ? What is opposite side? Opposite side is equal to 4 cm. Hello, this is 4 cm by hypotenuse. Hypotenuse എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ഹൈപ്പോട്ടനസ്. Take it as x. 4 by x. That is sin 60. Okay. So ഇതിന് x എന്ന് എടുക്കുക. Radius AC sin 60 is equal to 4 by x.
വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ 60? നമ്മൾ ഈ ട്രയാങ്കിൾ ഓർത്തിരിക്കാം. ഈ ട്രയാങ്കിൾ നോക്കിയിട്ട് സൈൻ 60യുടെ വാല്യൂ പറയണം. സൈൻ 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് കണ്ടോ? ദാറ്റ് ഈസ് √3/2. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്തതാണ്. സോ സൈൻ 60 ഈസ് ഈക്വൽ ടു √3/2 4/x. ഇനി എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ആണ്. എക്സിനെ ഇങ്ങോട്ട് ഗുണിക്കുക, 2നെ ഇങ്ങോട്ട് ഗുണിക്കുക. സോ ഇറ്റ് ബിക്കം x into √3 is equal to 2 into 4. Then x അവിടെ നിർത്തുക, √3 താഴേക്ക് എടുക്കുക. ഇത് ഗുണനമാണ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരണമാവും. ദാറ്റ് ഈസ് 2 into 4/√3. ക്ലിയർ? ഇനി എന്ത് ചെയ്യണം നമ്മൾ? ഇനി നമ്മൾ ഈ √3 കളയാനായിട്ട് ഇവിടെ √3 കൊണ്ട് ഗുണിക്കുക. താഴെയും മുകളിലും ഗുണിക്കുക. ഓക്കെ. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് 2 into 4 8. ഓക്കെ. 8 √3 and √3 into √3 3. Okay. Then put the values of √3. 1.732. ഇത് √3യുടെ സ്ഥലത്ത് കൊടുക്കുക. into 8 ചെയ്യുക. അതിനുശേഷം നിങ്ങൾ 3 ഡിവൈഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ 4.61 centimeter. Clear? Similarly, you can do the same problem with 30 degree. 30 ഡിഗ്രി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ 30 ഡിഗ്രി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 30 ഡിഗ്രിയുടെ അടുത്തെടുക്കുന്ന വശമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ. ഡിവൈഡഡ് ബൈ 30 ഡിഗ്രിയുടെ എന്താണിത്? ഇത് ഹൈപ്പോട്ടിനസ്. ഹൈപ്പോട്ടിനസ്. സോ ഇവിടെ നമ്മൾ സൈൻ എടുക്കരുത്. സൈൻ അല്ല, നമ്മുടെ റേഷ്യോൻ്റെ പേരെന്താണ്? കോസ്. കോസ് 30 ഡിഗ്രി. ഓക്കെ. ദാറ്റ് ഈസ് 4/x. ക്ലിയർ? സെയിം പ്രോബ്ലം നമുക്ക് cos 30 ഉപയോഗിച്ച് ചെയ്യാം. 4/x. വാട്ട് ഈസ് cos 30? ഇവിടെ നോക്കിയാൽ അറിയാം. cos 30 is equal to adjacent side, that is √3/2. It is same as the sin 60. sin 60യുടെ വിലയും cos 30യുടെ വില എന്താണ്? സെയിം ആണ്. അപ്പോൾ സെയിം സംഭവം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ. ക്ലിയർ? Please like, share and comment. Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.